ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പാരിസൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പാരിസൺ നിങ്ങൾ തമ്മിൽ കണ്ടപോലെ നമ്മൾ KBRൻ്റെ കമ്പാരിസൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ KBRനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അത്യാവശ്യം കർണാടകയിലും തമിഴ്നാട്ടിലും ഭയങ്കര ഫാൻസുള്ളൊരു ട്രാഫിക് മോഡിൻ്റെ ഒരു ടീം തന്നെയാണ് ഈ KBR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ KBR ലേറ്റസ്റ്റ് വെർഷനിൽ അപ്ഡേറ്റുകളിൽ ഇപ്പോൾ അവർ രണ്ട് വേരിയൻ്റായിട്ടാണ് ഇറക്കുന്നത്. ഒന്ന് പ്രൈവറ്റ് ബസ് മോഡും ഒന്ന് ടൂറിസ്റ്റ് ബസ് മോഡ്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം ചില ആൾക്കാർക്ക് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സായിരിക്കും ഇഷ്ടം, ചിലർക്ക് ടൂറിസ്റ്റ് ബസ്സായിരിക്കും. അപ്പോൾ രണ്ട് വേരിയൻറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് ഗെയിം നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഈ രണ്ട് വേരിയൻറ്റും ഞാൻ കളിച്ചു നോക്കി. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റിൻ്റെ ഇട്ടിട്ടുള്ളത്, ഇതിന് മുന്നേ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ രണ്ടും ഞാൻ ഉപയോഗിച്ച് നോക്കി, എല്ലാ കാര്യങ്ങളും ഒന്ന്, അതായത് മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ കമ്പാരിസണാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും, എന്നാലും രണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നിയൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഭൂരിഭാഗം പേര് ഈ ഒരു ട്രാഫിക് മോഡിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഓടിച്ച് കളിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, നമ്മൾ APK വരുമ്പോൾ APK ആയിട്ട് നമ്മൾ ബസ് കളിക്കുകയാണെങ്കിൽ, അതിപ്പോൾ നോർമൽ ഒറിജിനൽ വെർഷൻ അല്ലാതെ നമ്മൾ APK ഇട്ടിട്ട് കളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല, ലാഗോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലിനേക്കാളും നല്ല എന്തുകൊണ്ടും APK ആണ്. APKയിൽ വലിയ ലാഗോ കാര്യങ്ങളോ ഒരു പ്രശ്നവുമില്ല, നമുക്ക് സുഖമായിട്ട് കളിക്കാവുന്നതാണ്. APK ആണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പക്ഷേ APK ഇട്ടുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതായത് മാറ്റങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേതായ ഒരു സ്റ്റൈലിലേക്ക് ആ ഒരു ഇതെത്തുന്നല്ലാതെ വേറെ ലാഗോ പെർഫോമൻസ് കുഴപ്പമോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഈ ഒരു APK ഇട്ടുകൊണ്ടില്ല. അപ്പോൾ ഒരു സംശയം മാറി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഒരു കമ്പാരിസത്തിൽ കിടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് ഡൗൺലോഡ് ചെയ്യണം, ഏതാ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും നല്ലതാണ്. രണ്ടിലും നേരത്തെ പറഞ്ഞ പോലെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സാണ് ഇഷ്ടമെങ്കിൽ ഒന്നും നോക്കണ്ട, പ്രൈവറ്റ് ബസ് തന്നെ എടുത്താൽ മതി, ടൂറിസ്റ്റ് ബസ് എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഡൗൺലോഡ്സിൽ കുറച്ച് MB കൂടുതൽ, ഒരു 4-5 MB കൂടുതൽ പ്രൈവറ്റ് ബസ്സിനാണ് കുറച്ച് അധികം കാര്യങ്ങളുള്ളത്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഡൗൺലോഡ്സിൽ കുറച്ച് MB കൂടുതലുണ്ടെന്നേ ഉള്ളൂ, 4-5 MB ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. കുറച്ചും കൂടി ഫയൽസ്, അതായത് ആക്സസറീസ് ഒക്കെ ഉള്ളത് നമ്മുടെ പ്രൈവറ്റ് ബസ്സിലാണ്. അതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ പ്രൈവറ്റ് ബസ്സിലെ ആ ഒരു ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലുണ്ടല്ലേ 3 ഹെഡ്ലൈറ്റ്, അതായത് ഒരു സൈഡിൽ 3 ഹെഡ്ലൈറ്റ് വെച്ചിട്ട് നമ്മുടെ പ്രൊജക്ടർ ലാമ്പില്ലേ ആ ഒരു സംഭവം, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈവറ്റ് ബസ് ലുക്കിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ നേരെ ടൂറിസ്റ്റ് ബസ്സിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു സെഡോൺ മോഡൽ, അതായത് ആ വലിയ ലൈറ്റില്ലേ 2 എണ്ണം, അങ്ങനെ 4 എണ്ണം വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് പറയുന്നതിന് പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ തന്നെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വേരിയൻ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോൺ കളർ കോഡ് ആകുമ്പോൾ നമുക്ക് പഴയ ഒരു രീതിക്കുള്ള ഒരു ഇത് വരും, കുറച്ചുകൂടി എക്സ്ട്രാ ഫയൽസ് അതിലാണുള്ളത്. പക്ഷേ നമ്മുടെ പുതിയത്, അതായത് കളർ കോഡ് വേരിയൻ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചില ആക്സറീസ് നമുക്ക് ഒഴിവാകും, അതുപോലെ ചില ഫീച്ചറുകൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത്രയുള്ള ഡിഫറൻസ്. നമുക്ക് രണ്ടായാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ട്രാഫിക്കിലായാലും ക്യാബിനിലായാലും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇടയ്ക്ക് പറഞ്ഞതുള്ള ടൂറിസ്റ്റ് ബസ് തന്നെ 2ആയിട്ട് വരുന്നുണ്ട്, 3 വേരിയൻ്റാണല്ലോ KBRൽ. അപ്പോൾ ആ 2 എണ്ണം നമ്മൾ ഒറ്റ ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ടൂറിസ്റ്റ് ബസ് രണ്ടും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ ഒരു പ്രൈവറ്റിലും ടൂറിസ്റ്റ് ബസ്സിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബസ്സുകളുടെ 2 ബസ്സുകളുടെ നമുക്ക് നമ്മുടെ ഫുള്ള് വ്യൂ നോക്കാം, എല്ലാ ഭാഗത്തും നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ആക്സസറീസ്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, സൈഡിൽ കോണിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് സൈഡിൽ കോണിയുള്ള പ്രൈവറ്റ് ബസ് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ബാക്കിൽ 2 കോണി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റ് ബസ്സിലേക്ക് വന്നാൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് അകത്തുള്ള കാര്യങ്ങളൊന്നും അധികം അങ്ങനെ കാണാൻ പറ്റില്ല, അധികം വർക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഒരു റെക്സിൻ വർക്കൊക്കെ കണ്ടില്ലേ, ഫുള്ള് കാണാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം, ഫുള്ള് എല്ലാം കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രൈവറ്റ് ബസ്സിൻ്റെയും ടൂറിസ്റ്റ് ബസ്സിൻ്റെയും ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ക്യാബിനിൽ നോക്കുകയാണെങ്കിൽ നല്ല വർക്ക് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ നീലയാണ് വരുന്നത്, നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ വരുന്നത് റെഡാണ്. അപ്പോൾ ആ ഒരു രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം. അപ്പോൾ ക്യാബിനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കുറച്ചും കൂടി പ്രൈവറ്റ് ബസ് തന്നെയാണ്. പ്രൈവറ്റ് ബസ്സാണ് കുറച്ച് കളർ കണ്ടില്ല, ആ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ, അതൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ടൂറിസ്റ്റ് ബസ്സിനെ മോശമെന്നല്ല, പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ നമുക്ക് ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ, ഇൻറ്റീരിയറിൽ ഇപ്പോൾ 2 ഇതിൽ ഞാൻ ഒരുമിച്ച് കാണിക്കുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയറും കുഴപ്പമില്ല, അതേപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് ഒരു കുഴപ്പമില്ല.
ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും എനിക്ക് രണ്ടും ഇഷ്ടമായി. അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്, ഒരു കുഴപ്പമില്ല. ലൈറ്റുകളൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോണുകളാണ്. ഹോണുകളൊന്നും അതായത് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ആണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു ഹോണ്, എല്ലാം അതുപോലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആണെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ എല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്ന ആ പഴയ ഹോണുകളൊക്കെ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ബസ് സിമുലേറ്ററിലെ ഒരു ലൈറ്റ് വർക്ക്, ശരിക്കുള്ള ഒരു ലൈറ്റ് വർക്കും നമ്മുടെ KBR ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ലൈറ്റ് വർക്കിലൊക്കെ നന്നായിട്ട് തോന്നിയത് എനിക്ക് പ്രൈവറ്റ് ബസ്സിലാണ്. കാരണം ടൂറിസ്റ്റ് ബസ്സിലെ അങ്ങോട്ട് തെളിയുന്നില്ല, എനിക്കിന്ന് സുഖം തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. ഞാൻ രണ്ടിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ആയാലും ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ്. കുറച്ചും കൂടി ഓവറായിട്ട് ലേറ്റുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ്, അതുകൊണ്ടല്ല, പക്ഷേ എന്തോ ഒരു കുഴപ്പം അത്ര. പിന്നെ നമുക്ക് അവിടെ മെയിൻ കാര്യം ഒരു ട്രാഫിക് മോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ട്രാഫിക് മോഡ് മെയിനായിട്ട് നമ്മൾ ചിലവരൊക്കെ മാറ്റേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കിനോ ക്യാബിൻ വർക്കിനോ ഒന്നിനും അല്ല, നമ്മുടെ സൗണ്ടിനാണ്. അപ്പോൾ ആ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ട് വേരിയൻറ്റിൽ രണ്ട് സൗണ്ടാണ്. ചെറിയ ചെറിയൊരു സാമ്യതയുള്ളൂ, ബാക്കിയെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് സ്റ്റാർട്ടിങ് സൗണ്ട് ആയാലും എടുക്കുന്ന സൗണ്ട് ആയാലും. അപ്പോൾ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ സൗണ്ട് രണ്ടും ഗുഡാണ്, ഒരു കുഴപ്പമോ ഒരു മോശപ്പെട്ട ഒരു കാര്യമൊന്നും പറയാനില്ല. അതായത് നമ്മളിപ്പോൾ ആക്സിലേറ്റർ വിടുമ്പോഴുള്ള സൗണ്ട്, അതുപോലെ ഗിയർ മാറ്റുമ്പോഴുള്ള സൗണ്ട്, ബ്രേക്ക് കിട്ടുമ്പോഴുള്ള സൗണ്ട്, ഇതൊക്കെ അടിപൊളിയാണ്. KBR ആ കാര്യത്തിൽ ഉഷാറാണ്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലൊരു മോശമായിട്ട് എനിക്ക് തോന്നിയത് പ്രൈവറ്റ് ബസ്സിലാണ്. പ്രൈവറ്റ് ബസ്സിൽ നമ്മളിപ്പോൾ കുറച്ച് RPM കൂടിയാലും നമ്മുടെ ആ ഒരു സൗണ്ട് നമുക്ക് പതുക്കെ പതുക്കെ വണ്ടി അനങ്ങുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. നമുക്ക് കണ്ണടച്ചിട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ പതുക്കെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ടൂറിസ്റ്റ് ബസ്സിൽ ആ ഒരു പ്രശ്നമില്ല. ടൂറിസ്റ്റ് ബസ്സിൽ പക്ക ഗുഡാണ്, ഒന്നും പറയാനില്ല. പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി ഒരു സൗണ്ടിൻ്റെ ഒരു കുഴപ്പം. എനിക്കങ്ങനെ തോന്നി. ഞാൻ രണ്ടും അത്യാവശ്യം ഒരു മണിക്കൂറൊക്കെ ഓടിച്ച് നോക്കിയതാണ്. രണ്ടും വേറെ ഓടിക്കുന്നതുകൊണ്ടോ സൗണ്ട് കൊണ്ടൊന്നും വേറെ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പതുക്കെ നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുക, കുറച്ച് സ്പീഡിൽ പോയാലും. അത് നമ്മൾ ഫുൾ RPM ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു പഴയ ഒരു രീതിക്ക് ആവുള്ളൂ. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്റ്റാർട്ടിങ് സൗണ്ട് ആണെങ്കിൽ പ്രൈവറ്റ് ബസ്സിനാണ് കുറച്ചും കൂടി നല്ലത് ടൂറിസ്റ്റ് ബസ്സിനെക്കാട്ടിലും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ രണ്ടും ഉപയോഗിച്ച് നോക്കിയതാണ്, കുറച്ചധികം ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ വേണം പറയാൻ. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ അറിയായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു രണ്ടിൻ്റെ കമ്പാരിസണാണ് നമ്മളിതിൽ ചെയ്തത്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.